ആത്മീയതയുടെ അനുഭവങ്ങൾ തേടി ഭാരതത്തിൽ എത്തുന്നവർക്ക് ഇനി കാശിയിലേക്ക് ചെന്നാൽ കാശി സമ്മാനിക്കുക വേറിട്ട കാഴ്ചകൾ. കാശിയുടെ മുഖച്ഛായ മാറ്റാൻ വലിയ വലിയ പദ്ധതികളാണ് യോഗി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. മതപരവും സാംസ്കാരികവുമായ പ്രാധാന്യമുള്ള നഗരമാണ് കാശി. കാശിയിൽ ഭേലുപൂർ പ്രദേശത്ത് ഗംഭീരമായ ഹൈടെക് ഓക്സിജൻ പാർക്ക് യോഗി സർക്കാർ വിഭാവനം ചെയ്യുന്നു. ആത്മീയതയ്ക്കൊപ്പം ആധുനിക സൗകര്യങ്ങളും ഈ പാർക്കിലുണ്ടാകും. പദ്ധതിക്ക് ഉത്തർപ്രദേശ് സർക്കാർ ഔദ്യോഗികമായി അംഗീകാരം നൽകി കഴിഞ്ഞു. ജലവിഭവ വകുപ്പിന്റെ ഏകദേശം 20ഓളം ഏക്കർ സ്ഥലത്താണ് പാർക്ക് വരിക. വാരണാസി മുനിസിപ്പൽ കോർപ്പറേഷൻ പദ്ധതിയുടെ സമഗ്രമായ മാസ്റ്റർ പ്ലാൻ ഇതിനകം ഫൈനലാക്കിയിട്ടുണ്ട്. പദ്ധതിയുടെ ആകെ ചിലവ് ഏകദേശം 104 കോടി രൂപയാണ്. ആദ്യഘട്ടത്തിൽ 45 കോടി പ്രാരംഭ ചെലവ് വരുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. സമീപ ഭാവിയിൽ ബനാറസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി ഈ പാർക്ക് ഉയർന്നുവരും എന്നാണ് റിപ്പോർട്ട്. ഈ പാർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത പരിസരത്ത് നിർമ്മിക്കുന്ന ഭീമാകാരമായ ശിവലിംഗമായിരിക്കും. 130 അടി ഉയരത്തിലാണ് ഇത് ഉയരുക. ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമാണിത്. കാശി വിശ്വനാഥന്റെ മണ്ണിലെത്തുന്നവർക്ക് ആത്മീയതയുടെ മറ്റൊരു അനുഭവമാണ് ഇത് സമ്മാനിക്കുക. ശിവലിംഗത്തിന് ചുറ്റും മനോഹരമായ ചെടികളും നടപ്പാതകളും ഉണ്ടാകും. കൂടാതെ എല്ലാ വൈകുന്നേരങ്ങളിലും ഇവിടെ അത്യാധുനിക ലേസർ ഷോ സംഘടിപ്പിക്കും. ഈ ലേസർ ഷോയിലൂടെ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശിവന്റെ മഹത്വവും കാശിയുടെ സമ്പന്ന ചരിത്രവും പ്രദർശിപ്പിക്കും. പാർക്ക് പരിസരത്ത് ഓപ്പൺ എയർ ആർട്ട് ഗാലറി സ്ഥാപിക്കും. ബനാറസിന്റെ പ്രശസ്തമായ വംശപരമ്പരകളുടെയും ഇതിലെ ഇതിഹാസ കലാകാരന്മാരുടെയും ഓർമ്മകളും ചരിത്രരേഖകളും സംരക്ഷിക്കുന്നതിനുള്ള ശേഖരമായി ഈ ഗാലറി പ്രവർത്തിക്കും. കൂടാതെ ബനാറസി സാരികൾ, കരകൗശല വസ്തുക്കൾ, പ്രാദേശിക ബനാറസി ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന പ്രത്യേക സ്റ്റാളുകളും ഇവിടെ ഉണ്ടാകും. ഇത് പ്രാദേശിക കരകൗശല വിദഗ്ധർക്കും ഒരു പ്രോത്സാഹനമാകും. മികച്ച ഫുഡ് കോർട്ട് ഉണ്ടാകും. വാരണാസി നഗരത്തിലെ വായു വൃത്തിയായി സൂക്ഷിക്കുന്നതിലും പ്രാദേശിക പരിതസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിലും ഈ പാർക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കും. കാരണം കൊണ്ട് തന്നെയാണ് ഇതിനെ ഓക്സിജൻ പാർക്ക് എന്ന് പേരിട്ടിരിക്കുന്നത്. ഇന്ത്യയിലും വിദേശത്തുമുള്ള നിരവധി അപൂർവ പുഷ്പ ഇനങ്ങളെ ഉൾക്കൊള്ളുന്ന മനോഹരമായ പൂന്തോട്ടം മുഴുവൻ സമുച്ചയത്തിലും നട്ടുവളർത്തും. ഓരോ ഭാരതീയനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കണം എന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് കാശി. ഉത്തരഭാരതത്തിലെ ഉത്തർപ്രദേശിൽ വാരണാസി അഥവാ ബനാറസ് എന്നറിയപ്പെടുന്ന നഗരമാണ് പുണ്യപുരാതനമായ കാശി. ലോകത്തിലെ തന്നെ ഏറ്റവും പൗരാണികമായ നഗരം. ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തും നാഗരികത തൊട്ടു തീണ്ടാത്ത കാലത്ത് രാജനഗരമായി പരിലസിച്ചിരുന്ന സ്ഥലമാണ് കാശി. രാമായണത്തിലും മഹാഭാരതത്തിലും ഭാഗവതത്തിലുമെല്ലാം കാശി പരാമർശിക്കപ്പെടുന്നുണ്ട്. അതിന്റെ അർത്ഥം ത്രേതായുഗത്തിനു മുൻപ് തന്നെ കാശി നഗരം നിലനിന്നിരുന്നു എന്നാണ്. ഭാരത സംസ്കൃതിയുടെ ഒരു അവിഭാജ്യ ഘടകം. കാശിയെ അതുകൊണ്ട് തന്നെ മനോഹരമായി പരിപാലിക്കാൻ, അങ്ങനെ അതിനെ സംരക്ഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ, യോഗി ആദിത്യനാഥിന്റെ സർക്കാർ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. കാശി എന്ന ഭൂമിയെ ദിവ്യസങ്കല്പത്താൽ ശിവൻ സൃഷ്ടിച്ചതാണ്. കാശി മാതാവ് മഹാദേവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് 3 വരങ്ങൾ ചോദിച്ചു അത്രേ. മഹാദേവൻ ഒരു കാലത്തും ഒരു കാരണവശാലും ഈ ഭൂമിക വിട്ടുപോകരുത് എന്നതായിരുന്നു അതിലൊന്ന്. അതുകൊണ്ട് തന്നെ മഹാദേവന്റെ സാന്നിധ്യമുള്ള നഗരം കൂടിയാണ് കാശി. ന്യൂസ് ഡെസ്ക് കർമാസ്.